Okay, let's start. Ma'am. Yes, ma'am. എന്തോ ഒന്നും പറഞ്ഞില്ല. സ്റ്റാർട്ട് ചെയ്യാം. ആ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പറയൂ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, റൈറ്റ്? ഏതൊക്കെയായിരുന്നു അത്? അപർണ, blood, body fluids, chemicals or other potentially dangerous substances. സോറി, ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ദെൻ Chemicals കെമിക്കൽസ്, ഓക്കെ. or other potentially dangerous substances. ആ, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്, അത്രയും ഓക്കെ അല്ലേ? നമ്മൾ ഇതിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആയിരുന്നു അല്ലെ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആയിരുന്നു. ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയാണ് അശ്വിനി or പ്രതീഷ്? ഓക്കെ, അശ്വിനി കണ്ടിന്യൂ. Okay. Blood, urine, saliva, CSF, amniotic fluids. ഓക്കെ ഓക്കെ, നമുക്ക് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ഓക്കെ, blood and body fluids leakage waste can cause infectious diseases and proper management is pivotal. Okay, ബ്ലഡിന്റെയും ബോഡി ഫ്ലൂയിഡിന്റെയും വേസ്റ്റേജ് എന്തിനൊക്കെ കാരണമാവുന്നുണ്ട്? ഇൻഫെക്ഷസ് ഡിസീസസ്. നമ്മൾ കുറച്ച് ഡിസീസസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ് പ്രതീഷ്? ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ? ബാക്ടീരിയ വൈറസ് അതൊക്കെയാണ്. HIV, ഹെപ്പറ്റൈറ്റിസ്, ഓർക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ എ ബോഡി ഫ്ലൂയിഡ് ആസ് എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഓർ എക്സ്ക്രീറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡി വിച്ച് ഇൻക്ലൂഡ്സ്, ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡില്? യു ജസ്റ്റ് റീഡ് ഇറ്റ് അശ്വിനി. Blood, urine, feces, ബ്ലഡ് ഉണ്ട്, യൂറിൻ, ദെൻ ഫീസിസ്, ദെൻ saliva, tears, സലൈവ, ഓക്കെ, beers, breast milk, CSF, semen, vaginal fluid. cerebrospinal fluid. What is cerebrospinal fluid? ബ്ലഡ്, യൂറിൻ ഒക്കെ നമുക്ക് അറിയാം അല്ലെ? എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? Draining spine cover. സോറി, Draining spine ഒക്കെ കവർ ചെയ്യുന്ന ഫ്ലൂയിഡ്. അതെ അതെ, ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റുമുള്ള ഒരു ഫ്ലൂയിഡ് ആണിത്. നമ്മൾ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? എവിടെ കാണുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ് CSF. നെക്സ്റ്റ് എന്തായിരുന്നു? സെമൻ. ഓക്കെ, സെമൻ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ദെൻ വജൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. വജൈനൽ ഫ്ലൂയിഡ് ഇത് അഡൽട്ട് വുമണിൽ നിന്ന് കാണുന്ന ഡിസ്ചാർജ് ഫ്ലൂയിഡ് ആണത്. ഓക്കെ, വജൈനൽ ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ? ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ക്ലിയർ ആയിട്ടുള്ള സ്ലൈറ്റ്ലി യെല്ലോയിഷ് ലിക്വിഡ് ആണ്. ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ കാണുന്ന ഒരു ലിക്വിഡ് ആണത്. ഓക്കെ, ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ആണ്. മനസ്സിലായോ? ഇതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ പ്ലൂറൽ ഫ്ലൂയിഡ്? ലങ്സിലൊക്കെ കാണപ്പെടുന്ന നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ പാർട്ടാണ് പ്ലൂറ. അതിലുള്ള ലിക്വിഡ് ആണ് എന്തെന്ന്? പ്ലൂറൽ ലിക്വിഡ് ഫ്ലൂയിഡ്. ഓക്കെ, പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ ആണോ? അതെ.
Okay. It helps reduce friction between the lungs and chest wall during breathing movements. Okay, breathing movement ടൈമിൽ നമ്മുടെ ലങ്സും ഹാർട്ടും ചെസ്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, it helps reduce friction between the lungs and chest wall during breathing movements. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അപ്പോ നമ്മുടെ ബ്രീത്തിങ് മൂവ്മെന്റിന്റെ ടൈമിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. ഗോട്ട് ഇറ്റ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്? ഓക്കെ, നമ്മുടെ സ്റ്റൊമക്, ലിവർ, ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് സ്പ്ലീൻ എന്നിവയെ ചുറ്റിപ്പറ്റി ഉദരാശയത്തിനുള്ളിലെ ഇടമായ പെരിറ്റോണിയൽ ഒരു അറയുണ്ട്. പെരിറ്റോണിയൽ അറ. ഓക്കെ, ഈ അറയിൽ നിറയുന്ന എന്താണ്? ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ് ആണ് എന്ത്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, എവിടെ കാണുന്നതാണ്? A clear and watery fluid that fills the peritoneal cavity, which is the space within the abdomen that surrounds the abdominal organs such as the stomach, liver, intestines and spleen. സ്റ്റൊമക്കിനും ലിവറിന്റെയും ഇൻഡസ്റ്റിന്റെയും സ്പ്ലീനിന്റെയും ചുറ്റിപ്പറ്റി ഉദരാശയത്തിനുള്ള ഇടമായ ഒരു പെരിറ്റോണിയൽ അറയുണ്ട്. ഈ അറയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എന്തെന്ന്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? ബൈൽ. എന്താ ബൈൽ? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്. ബൈൽ മലയാളം എന്താ? പിത്തരസം. കേട്ടിട്ടില്ലേ നമ്മള്? ഓക്കെ, യെല്ലോ ഓർ ഗ്രീനിഷ് ആൽക്കലൈൻ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് സെക്രേറ്റഡ് ബൈ ദ ലിവർ. ഓക്കെ, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ് എന്ത്? ബൈൽ. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്തൊക്കെയായിരിക്കാം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് വരുന്നത്? ഡൈജസ്റ്റീവ് ജ്യൂസസ് വരാം. ഓക്കെ, വോമിറ്റ്. ഓക്കെ, പസ്. എന്താ പസ്? പസ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ മുറിവിൽ നിന്ന് വരുന്ന യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഇല്ലേ, ഒരു ഫ്ലൂയിഡ് ഇല്ലേ? പഴുപ്പ്. ഓക്കെ, എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതില്? ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്? ഏതൊക്കെയായിരുന്നു ബോഡി ഫ്ലൂയിഡ് പറഞ്ഞത്? അപർണ? ബ്ലഡ്, യൂറിൻ, സലൈവ, ടീയേഴ്സ്, ബിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെമൻ, വാജിനൽ ഫ്ലൂയിഡ്, അമ്നോട്ടിക് ഫ്ലൂയിഡ്, യൂറിയൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വോമിറ്റ് ആൻഡ് പസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താ പറയുന്നത്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഏതാണ്? പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ദാറ്റ് മീൻസ് PPE. വാട്ട് ഈസ് PPE? പ്രതീഷ്, എന്താ PPE? Personal protective equipment. ഓക്കെ, സച്ച് ആസ് ഏതൊക്കെയാണിത്? വിച്ച് ആർ ദേ? Gloves, gowns and face shields. അതായത് വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലേ? അപ്പൊ ഇതെന്തിനാ? ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ യൂസ് എന്താണ്? സ്കിന്നിലോട്ട് വീഴാതിരിക്കാൻ. സ്കിന്നിലോട്ടോ നമ്മളിപ്പോ ജോലി സ്ഥലത്തായാലും പരിക്കുകൾ ഉണ്ടാവാം അല്ലേ? ഇപ്പൊ ലീക്കേജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് പരിക്കുകളും അല്ലെങ്കിൽ രോഗങ്ങൾക്കൊക്കെ കാരണമായേക്കാവുന്ന അപകടങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ്? അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ PPE. ദാറ്റ് മീൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇമ്പോർട്ടൻസ്. ഗോട്ട് ഇറ്റ്? അപർണ ഓക്കെ അല്ലേ? എന്താണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? യു ജസ്റ്റ് റീഡ് ഇറ്റ്. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപർണ?
Personnel should put on the proper personal protective equipment such as gloves, gowns, and face shields before approaching the village to prevent contact with the victim. Okay. One second. Fourth page, Rijo, fourth page. Okay. Wear protective equipment. Next എന്താണ്? അത് ഓക്കെ അല്ലേ? Wear protective equipment, PPE. Next എന്താണ്? Ashwini or Ashwini? Contain the Ashwini ആണോ? spill. Ashwini. Ashwini, okay. Contain the spill. Okay. Read it. Use absorbent materials such as paper towels or absorbent pad. Contain the spill and stop it from spreading. To dispose of the materials, put them in a bag or container made biohazard. If there are any glass Mark pieces present, biohazard. Okay. Mark. any glass Then? pieces present, more precautions should be taken. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടായി, സ്പിൽ ഉണ്ടായി, നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാം? എങ്ങനെയാണ്? യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ട് പ്രതീഷ്? Paper towels or absorbent pads. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ബെനിഫിറ്റ്? എന്താണ്? അത് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് തടയാൻ കഴിയും അല്ലേ? ഇനി ഈ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന മെറ്റീരിയൽസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? To dispose the material, put them in a bag or container marked by biohazard. അല്ലെ? എങ്ങനെയാണ്? എങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? അശ്വിനി. എങ്ങനെയുള്ള ബാഗ് ആയിരിക്കണം അല്ലെങ്കിൽ കണ്ടെയ്നർ ആയിരിക്കണത്? Biohazard marked container. മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? കൂടാതെ നമുക്കറിയാം ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ്, ബയോ വേസ്റ്റ് ആണ്, അപ്പൊ അതില് നമുക്ക് ഷാർപ്സ് ഒബ്ജക്റ്റ് ഉണ്ടാവാം അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി പ്രിക്കോഷൻസ് നമ്മൾ ഷുഡ് ബി ടേക്കൺ അല്ലെ? നമ്മൾ എടുക്കേണ്ടതുണ്ട്, മുൻകരുതലുകൾ എടുക്കണം. ഓക്കെ, ഷാർപ്പ് ഒബ്ജക്ട്സ് കാണാം. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ കുറെ ഒബ്ജക്ട്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന വേസ്റ്റ് ഏതൊക്കെയാണെന്ന്. ഓക്കെ ആണോ അത്? അതെ മാം. നെക്സ്റ്റ് എന്താണ് അപർണ? Disinfect the area. Disinfect the area. ഓക്കെ, ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ഏരിയ നമുക്ക് എങ്ങനെ അണുവിമുക്തമാക്കാം? ഓക്കെ, എങ്ങനെ ഡിസ്ഇൻഫെക്ട് ആക്കാം? ദെൻ എങ്ങനെയാണ്? An adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. Use an disinfectant solution to cleanse the affected area completely using active solution. Chlorine releasing agents abide by the manufacturer's directives for the proper concentration and conduct time of the disinfectant. ഓക്കെ, ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആർ ദെയർ. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോകാർഡിയ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്. ഇപ്പൊ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാണ്? ഈ കോളി അല്ലെ? കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഈ കോളി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, വിബ്രിയോ കോളറ. ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് അവിടെ ഉണ്ട് അല്ലെ? ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യാം എന്ന് പറയുന്നത് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ ആണോ? അതെ മാം. For disinfect the area, an adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. Use a disinfect solution to cleanse the affected area completely using apt solution. Abide by the manufacturer's directives for the proper concentration and contract time of the disinfectant. Okay. അപ്പൊ നമ്മുടെ മാനുഫാക്ചറിന്റെ നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം ഈ സമയത്ത്. ഓക്കെ ഓക്കെ ആണോ? അതെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്തായിരുന്നു? Then പ്രതീഷ്. Next point ആണോ? Then the area should be. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആണ്. Okay. Then the area should be made clean using water and general purpose detergent allowed to air dry. എന്താ പറയുന്നത് അതില്? ഏരിയ എന്ത് ചെയ്യണം? Okay. Water വെച്ച് ക്ലീൻ ചെയ്യണം. വാട്ടർ വെച്ച് അല്ലെങ്കിൽ ജനറൽ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് വെച്ചു അല്ലേ? Then എയർ ഡ്രൈ അലോ ചെയ്യണം. ഓക്കെ സിമ്പിൾ അല്ലേ ആ പോയിന്റ്? നെക്സ്റ്റ് എന്താണ്? Get rid of waste. എന്താണ്? എങ്ങനെയായിരിക്കണം നമ്മൾ വേസ്റ്റ്? ഓക്കെ കണ്ടിന്യൂ. Okay, all materials that come in touch with blood and body fluids spills should be discarded as dangerous waste in labeled biohazard bags or containers. എങ്ങനെയായിരിക്കണം? എങ്ങനെയുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? Biohazard labeled. ബയോഹാസർഡ് ലേബിൾ അങ്ങനെ എഴുതിയിട്ടുള്ള ബാഗ് അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്നർ ആയിരിക്കണം നമ്മൾ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഏതൊക്കെ വേസ്റ്റ് ആണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ വേസ്റ്റും ഇങ്ങനെ ലേബിൾ ചെയ്തിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ആണോ? അതെ. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അറിയാലോ എന്താണ് ഹാൻഡ് ഹൈജീൻ? എന്താണ് അശ്വിനി? കൈകൾ നല്ല വാഷ് ചെയ്തപ്പോഴും ക്ലീൻ ചെയ്ത്. അതെ. Soft furnishing may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned. എന്താ പറയുന്നേ? നമ്മൾ പറഞ്ഞു സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്താണ് ഹോസ്പിറ്റൽസ് ഡിസിൻഫെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? റൈറ്റ്? അപ്പൊ അവിടെ ധാരാളം സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടാവാം, കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ എങ്ങനെ ക്ലീൻ ആക്കണം എന്നാ പറയുന്നത്? എന്താ പറയുന്നത് അതില്? ഹോട്ട് വാട്ടർ എന്താ പറയുന്നത്? യൂസിങ് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഓർ സ്റ്റീം ക്ലീൻ. ഇവിടെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഡാമേജ് ചെയ്യാം ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, കാർപ്പറ്റ്സിനെയൊക്കെ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഷുഡ് യൂസ് വാട്ട് പ്രതീഷ്? Instead of sodium hypochlorite, we should use hot water and detergent or steam cleaned. Very good. Okay, Litrem. We just completed the topic. What was the topic? Management of different types of spillage waste. അതിൽ ഫസ്റ്റ് ഏതായിരുന്നു? ഏത് ടൈപ്പ് ആയിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ഓക്കെ അപർണ? ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഏത് വേസ്റ്റ് ആണ്? Mercury spillage wastage.
മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. ഓക്കെ, മെർക്കുറി ലീക്കേജ് എന്തിനൊക്കെ ഡേഞ്ചറസ് ആണ്? ഹ്യൂമൻ ഹെൽത്തിന് മാത്രമല്ല എൻവയോൺമെന്റിനും, അല്ലെ? അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു മെർക്കുറി ലീക്കേജ് ഉണ്ടായി, നമ്മൾ എന്ത് ചെയ്യണം? എവിക്ട് ദ ഏരിയ. എന്താണ് എവിക്ട് ദ ഏരിയ എന്ന് പറഞ്ഞാല്? പ്രതീഷ്, വാട്ട് ഈസ് എവിക്ട് ദ ഏരിയ? ലൈക്ക് ആ ഏരിയയിൽ നിന്ന് ലീവ് ചെയ്യണം, evacuate something. നമ്മൾ ആ ഏരിയ ഒഴിപ്പിക്കണം, അല്ലേ? ആ, എന്താണ്? ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. കൂടാതെ എന്ത് ചെയ്യണം? എമർജൻസി സർവീസസ് വിളിക്കണം. സർവീസിന് കോൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ടേക്ക് അവേ ജ്വല്ലറി. ജ്വല്ലറീസ് റിമൂവ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അപർണ? Take away all jewelry from hands and wrists so that the mercury can't combine with the valuable metal. മെർക്കുറിക്ക് നമ്മുടെ ജ്വല്ലറി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെ? ബ്ലെൻഡ് ചെയ്യും, ഓക്കെ, കമ്പൈൻ ആവും. ഗോട്ട് ഇറ്റ്? ഈ ബ്ലെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മൾ ജ്വല്ലറി ഒക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ ആണോ? അതെ മാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ്. Wear protective equipment. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ പ്രതീഷ്. Okay. Personnel should be use a suitable personal protective equipment, PPE, such as gloves, goggles, and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. അതെ, നമ്മൾ ഏതാണ്? PPE. എന്താ പറഞ്ഞത്? PPE, പേഴ്സണൽ Protective equipment. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ വെയർ ചെയ്യണം. ഏതൊക്കെയാണിത്? ആ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഗ്ലൗസ്, Goggles, and respirators. എന്തിനാ റെസ്പിറേറ്റർ നമ്മൾ വെയർ ചെയ്യണം എന്ന് പറയുന്നത്? മെർക്കുറി നമ്മൾ ശ്വസിക്കുന്നത് വളരെ ഡേഞ്ചർ ആണ്, അല്ലെ? ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ധരിക്കണം? ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ്. ഓക്കെ, Okay, ma'am. നെക്സ്റ്റ് എന്താണ്? Contain the spill. സെയിം പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്യണം എല്ലാത്തിനും. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. ഇത് തന്നെയായിരുന്നില്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഈ സെയിം പോയിന്റ് ആയിരുന്നില്ലേ? അതെ മാം. അപ്പൊ യു ജസ്റ്റ് റീഡ് ഇറ്റ്. അപർണ, അശ്വിനി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റിസാന, you just read it. Okay, next, contain the spill. Use a mercury spill kit or absorbent material like absorbent pads to contain the spill and prevent it from spreading. Put the materials in the labelable hazardous waste bag or container for discarding. If it is small spillage, sip with a needleless syringe without a needle and a dispatch for recycling. ഓക്കെ, എന്താ പറയുന്നത്? മെർക്കുറി നമ്മൾ ഇതിനെങ്ങനെ ബ്ലോക്ക് ചെയ്യണം? ഒന്നില്ലെങ്കിൽ മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിലോ അബ്സോർബൻ മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ അബ്സോർബൻ പാർട്സ് ആയിരിക്കാം, അല്ലേ? ഇത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കും ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ, എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിലൂടെ. ഗോട്ട് ഇറ്റ്? ഇനി ഇതെന്താ ചെയ്യണം എന്ന് പറയുന്നത്? എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നാ പറയണത്? എങ്ങനെയുള്ള ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ആയിരിക്കണം കണ്ടെയ്നറിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? Hazardous, labeled hazardous. എങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഡേഞ്ചർ ആണെന്ന്, അല്ലേ?
Then പിന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിൽ കൂട്ടത്തിൽ നമുക്ക് നീഡിൽസ്, നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം, മാറ്റി വെക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. നെക്സ്റ്റ് എന്താണ് അശ്വിനി? Clean നെക്സ്റ്റ് up the പോയിന്റ് spill. എന്താണ്? Clean up the spill. ഓക്കെ, ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താ Use, ക്ലീൻ അപ്പ് ദ use, സ്പില്ലിൽ പറയുന്നത്? use a mercury spill kit or adhere to manufacturer's directives for the exact use of absorbent materials to clean up the spill. Be cautious not to spread the mercury during cleanup. Some hospitals follow all mercury spill surfaces decontaminated with a 10% sodium thiosulfate solution. Leave a window open to aerate after the cleanup. After making sure that all the mercury has been removed, continue normal vacuuming and use the cleaned area for customary operation. എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്? പ്രതീഷ്, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാ പറയണത്? മറ്റേ absorbent materials to clean the spill, like mercury spill kit or mercury spill kit. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മെർക്കുറി സ്പ്രെഡ് ചെയ്യാതെ സൂക്ഷിക്കണം. ഓക്കെ, ദെൻ പിന്നെന്താ പറയുന്നത്? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. പിന്നെ മാനുഫാക്ചറിന്റെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കണം. ഓക്കെ, ദെൻ പിന്നെന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസിൽ എങ്ങനെ എന്താ യൂസ് ചെയ്യുന്നത്? ഡീകണ്ടാമിനേറ്റ് അണുവിമുക്തമാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണം എന്താണ്? മെർക്കുറി ലീക്കേജ് ഉണ്ടായാല് 10% sodium thiosulfate solution. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കണം after the നമ്മുടെ cleanup. വായു സഞ്ചാരം ഉറപ്പാക്കണം ആ റൂമിൽ. ഓക്കെ, വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിലൂടെ വായു സഞ്ചാരം ഉറപ്പാക്കണം. ദെൻ മെർക്കുറി ക്ലീൻ ആണെന്നനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് നോർമൽ വാക്യൂമിങ്. ഓക്കെ, മെർക്കുറി അവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം? നോർമൽ വാക്യൂം മതി. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? ക്ലീൻ അപ്പ് ദ സ്പിൽ. യെസ് മാം. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ ക്ലീൻ ചെയ്യണം? മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ ഓക്കെ ആണോ പറഞ്ഞ? ഒന്നുകൂടി പറയാനോ? ഓക്കെ ഓക്കെ. മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ മെർക്കുറി സ്പിൽ കിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അബ്സോർബൻ മെറ്റീരിയൽസിന്റെ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്? ക്ലീൻ ചെയ്യുന്ന സമയത്ത് മെർക്കുറി സ്പ്രെഡ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യണ എന്താണ്? മെർക്കുറി ലീക്കേജസ് ഉണ്ടായാല് അല്ലെങ്കിൽ അണുവിമുക്തമാക്കാനായിട്ട് ഡീകണ്ടാമിനേറ്റ് എന്താണ്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്ത് ചെയ്യണം? വിൻഡോ ഓപ്പൺ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? വായു സഞ്ചാരം ഉറപ്പാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മെർക്കുറി ശ്വസിക്കുന്നതിലൂടെ എന്തൊക്കെ നമുക്ക് ലങ്സിന് ഡാമേജ് ഉണ്ടാവാം, ബ്രെയിനിന് ഡാമേജ് ഉണ്ടാവാം, നെർവ് സിസ്റ്റം ഡാമേജ് ആവാം. ഓക്കെ, ഇത്രയും ഡേഞ്ചർ ആണ് മെർക്കുറി. ഗോട്ട് ഇറ്റ്? മെർക്കുറി ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലങ്സ് പ്രോബ്ലം വരും, ദെൻ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാം, പിന്നെന്താണ്? നെർവ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, അപ്പോ നമ്മൾ വായു സഞ്ചാരം ലഭ്യമാക്കണം ആ റൂമിൽ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? അപർണ ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എങ്ങനെയായിരിക്കണം മെർക്കുറി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? പ്രതീഷ്, എങ്ങനെയായിരിക്കണം?
ലൈക്ക് ആരിൽ ഈ ലേബിൾഡ് മറ്റേ ഹസാർഡസ് ലേബിൾ ഉള്ള കണ്ടെയ്നേഴ്സിൽ ഡിസ്പോസ് എങ്ങനത്തെ ചെയ്യുന്നു. ബാഗ് ആയിരിക്കണം അല്ലെങ്കിൽ കണ്ടെയ്നർ ആയിരിക്കണം? ഹസാർഡസ് ഡേഞ്ചറസ് വേസ്റ്റ് ആ, ഓക്കെ ഹസാർഡസ്. ഓക്കെ, അത് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. അനുസരിച്ചായിരിക്കണം നമ്മളത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ മാം. ദെൻ നെക്സ്റ്റ് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. ലീക്കേജ് ഉണ്ടായാൽ ആരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ ആണോ അശ്വിനി? അതെ മാം. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്? മെർക്കുറി ലീക്ക് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ഏരിയ. ദെൻ പിന്നെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ടേക്ക് അവേ ജ്വല്ലറി. ദെൻ wear protective equipment. Then contain the spill. പിന്നെന്തായിരുന്നു? Clean up the spill. Clean up the spill. Then Dispose the waste. dispose of waste. പിന്നെ Report the spill. report the spill. ഓക്കെ അല്ലേ ഇത്രേ? Yes. അതെ മാം. റിസാന, അശ്വനി, പ്രതീഷ്, അപർണ. Okay. ഓക്കെ അല്ലേ? യെസ് മാം. നമ്മൾ ഇപ്പൊ പഠിച്ചത് മെർക്കുറിയുടെ ആണ് അല്ലെ? മെർക്കുറി. നമ്മളിപ്പോ ബ്ലഡ് കഴിഞ്ഞു, ബോഡി ഫ്ലൂയിഡ്സ് കഴിഞ്ഞു, മെർക്കുറി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? Sharp village waste management. എന്തൊക്കെയായിരിക്കാം? ഷാർപ്പ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. You just read it, anyone? Risana, can you read it? Sharp village waste, which consists of needles, scalpels, and other sharp medical tools, can cause injury and infection to healthcare workers and others who may come into contact with it. There are some steps for managing sharp village waste. ഏതൊക്കെയായിരിക്കാം? ഷാർപ്പ് സബ്ജക്ട് നീഡിൽസ് വരാം അതിലല്ലേ? സ്മോൾ ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് വരാം അല്ലേ? അല്ലെങ്കിൽ സർജൻസ് ഒക്കെ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന ഡിറ്റാച്ചബിൾ ബ്ലേഡ് വരാം. ഓക്കെ, ഇതൊക്കെ എന്താവാൻ ചാൻസ് ഉണ്ട്? ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിലൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആർക്കൊക്കെ? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ടീംസിന് ഇഞ്ചുറീസ്, ഇൻഫെക്ഷൻ ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. ആ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഓക്കെ, എങ്ങനെയാണ് പ്രതീഷ്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ അഗെയിൻ വീണ്ടും അത് തന്നെയാണ്. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, ക്യാരി ഓൺ. Before approaching the spill, personnel should wear suitable personal protective equipment that includes gloves and puncture-resistant containers to avoid contact with the waste. Okay, with the waste and avoid injury. To avoid contact with the waste and avoid injury. Injuries ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? PPE വരുന്നത് ഗ്ലൗസ്. ഓക്കെ അല്ലേ? ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ, പേഴ്സണൽ ഷുഡ് വെയർ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണൽ എക്യുപ്മെന്റ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ?
അതിൽ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിന്റ് ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ ഓൾറെഡി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റിലോട്ട് പോയാലോ? Okay. നെക്സ്റ്റ് എന്താണ്? അതെങ്ങനെ നമുക്ക് contain the spill. Use a puncture resistant container to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. അതെങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം? നമ്മള് ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നാ പറയുന്നത്? ബയോഹാസാർഡ് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാഗ് ആയാലും കണ്ടെയ്നർ ആയാലും എന്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം? എന്ത് ലേബൽ എഴുതിയിട്ടുണ്ടായിരിക്കണം? അതിൽ ബയോഹാസാർഡ്. ഓക്കെ, അങ്ങനെയുള്ള ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം ഷാർപ്സ് ഒബ്ജക്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Clear up the spill. Okay. Carry on. Clear up the spill. Use a disinfectant solution to clean the affected area completely. Stick to the manufacturer's directives for the apt concentration and contact time of disinfectant. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്. എന്താണ്, എങ്ങനെയാണ് അണുവിമുക്തമാക്കേണ്ടത്? സോറി, യൂസ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്യണം അല്ലേ? ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി ആൻഡ് സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ്. മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണോ? അതെ. Okay, ma'am. തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റിലും അത് തന്നെയാണ്. നെക്സ്റ്റ് സെയിം പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. Then getting rid of waste. എങ്ങനെയാണ് വേസ്റ്റ് ഒഴിവാക്കേണ്ടത്? അപർണ, getting rid of waste. Bag or container. Got rid of dangerous waste in labeled biohazard bags or containers. എങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം? ബാഗിലാണ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ്? Biohazard. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? അതെ. All materials that come into contact with the sharp spillage should be get rid of a dangerous waste in labeled biohazard bags or container. Then next എന്താണ്? നേരത്തെ പോലെ തന്നെ റിപ്പോർട്ട് ദ സ്പിൽ. ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതുമായിട്ട് റിലേറ്റഡ്. ഓക്കെ. റിച്ചാന, Our staff skills should be detailed to the relevant staff personnel for documentation and investigation. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിന്റെ അടുത്തായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫോർത്ത്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽ സ്പില്ലേജ് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഓക്കെ, അശ്വിനി, can you read it? Evaluate the state soon, like minor or major spill. കെമിക്കൽ സ്പില്ലേജ് ആവുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയുള്ള സ്പില്ലേജ് ആണെന്ന്, ആണോ എന്ന് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അത് മൈനർ ആണോ മേജർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്താണ് മൈനർ ആണോ മേജർ ആണോ എന്ന് നോക്കുന്നത്? ചെറിയ അളവിലാണോ കെമിക്കൽ ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ കൂടിയ അളവിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെന്താ പറയുന്നത്? Evict the area. Evict the area and call the emergency services. Okay. Then next എന്താണ്? Wear protective equipment. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? Gloves, goggles and respirators
before going to spill to avoid connection with the chemical and avoid inhalation of the chemical smoke. കെമിക്കൽ സ്മോക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയായിരുന്നു? ഗ്ലൗസ്, Goggles, respirators, ആൻഡ് റെസ്പിറേറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? contain the spill. കണ്ടെയ്ൻ ദ സ്പിൽ. ഓക്കെ, Use റിസാന. absorbent materials. റിസാന. Use absorbent materials such as absorbent pads to contain the spill and prevent it from spreading. Place the materials in the labeled dangerous waste bag of the container for discarding. ഓക്കെ അല്ലേ അത്? ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? നമ്മളിപ്പോ 3 പ്രാവശ്യം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. വേണോ? വേണ്ട എന്തോ? വേണ്ട വേണ്ട. നെക്സ്റ്റ് എന്താണ്? പ്രതീഷ്. Clean up the spill. ക്ലീൻ അപ്പ് ദ സ്പിൽ. They use suitable spill kits or stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. Be cautious not to spread the chemical at the time of cleaning up. എന്താ പറയുന്നത് അതില്? ഓക്കെ, എന്താ പറയുന്നത് പ്രതീഷ് അതില്? ക്ലീൻ അപ്പ് ദ സ്പിൽ. Like suitable spill kits use ചെയ്യുക, like to clean ചെയ്യാൻ വേണ്ടി, like spill clean ചെയ്യാൻ വേണ്ടി. Then പിന്നെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. കോഷ്യസ് മെത്തേഡ്. വെരി ഗുഡ്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ക്ലീനിങ് അപ്പ്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. Then അശ്വിനി, dispose of waste. All dispose of waste. Ashwini, ma'am. you please read it. All materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled bag or containers. Adhere to local, state, and federal regulations for the disposal of dangerous waste. Okay, എന്താ പറയുന്നത്? Dispose of waste എന്താ പറയുന്നത്? അശ്വിനി. കെമിക്കൽ കോണ്ടാക്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ലേബൽ ചെയ്ത ബാഗ്സിലേക്ക് മാറ്റണം, അല്ല കണ്ടെയ്നേഴ്സ് മാറ്റണം. വെരി ഗുഡ്, വെരി ഗുഡ്. Then ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസിലേക്ക് നമ്മൾ അതിന്റെ അനുസരിച്ചിട്ടായിരിക്കും ഡിസ്പോസൽ ചെയ്യേണ്ട വേസ്റ്റ് ഒക്കെ, അതിന്റെ റെഗുലേഷൻസ് അനുസരിച്ച്. അതെ, നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്. Then അപർണ, റിപ്പോർട്ട് ദ സ്പിൽ എന്താ പറയുന്നത്? റിപ്പോർട്ട് ദ സ്പിൽ. Spill should be reported to the concerned staff for documentation and investigation. ഓക്കെ അല്ലേ അത്? നമ്മൾ എന്തിന്റെയൊക്കെ മാനേജ്മെന്റ് ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ടഡ് വിത്ത് Blood and body fluid. ബ്ലഡ് ആൻഡ് body fluids spillage. which are the body fluids ഏതൊക്കെയായിരുന്നു? Blood, urine, feces, saliva, tears, beers, breast milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. എന്തായിരുന്നു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രതീഷ്? ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ടുള്ള കണക്റ്റീവുള്ള fluid. അതെ, വെരി ഗുഡ്. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്തായിരുന്നു അശ്വിനി? പ്രഗ്നൻസി ടൈമിൽ കാണുന്ന സ്ലൈറ്റ് യെല്ലോ കളർ ഫ്ലൂയിഡ്, ബേബി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായിരുന്നു പ്ലൂറൽ ഫ്ലൂയിഡ്? പ്ലൂറൽ ഫ്ലൂയിഡ് എന്തായിരുന്നു അപർണ?
അപർണ? ഫ്രക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തോ? ലങ്സിലെ ഫ്രക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ. Then നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ പാർട്ടിലുള്ളതാണ് പ്ലൂറ. ഈ പ്ലൂറയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എന്ത് ഫ്ലൂയിഡ് ആണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. What was it? Abdominal. അതെ അതെ. ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ് that fills the peritoneal cavity, which is the space within the abdomen that surrounds the abdominal organs such as the stomach, liver, intestines and spleen. എന്താണ്? സ്റ്റൊമക്, ലിവർ, intestines and spleen എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ഉദരാശയത്തിനുള്ളിലെ ഒരു അറയാണ് പെരിറ്റോണിയൽ അറ. ഓക്കെ. ഈ അറയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ ആണോ? ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വൊമിറ്റ് ആൻഡ് പസ്. എന്താന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെന്താ പറഞ്ഞത്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ധരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് എന്തായിരുന്നു? Mercury spillage waste. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നാ പറഞ്ഞത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞില്ലേ മാം? എന്തോ പറഞ്ഞ? ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, നെഗറ്റീവ് ബാക്ടീരിയ, റൈറ്റ്? അതാണോ? അതൊന്ന് എഴുതി വെക്കാൻ പറയുമോ? ഓക്കെ. ഞാനത് സെൻഡ് ചെയ്താൽ മതിയോ ഗ്രൂപ്പിലോട്ട്? ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ ഇതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിൽ ഈക്കോളി, വിബ്രിയോ കോളറ, ഓക്കെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഓക്കെ ആണോ? അപർണ, ഞാൻ സെൻഡ് ചെയ്തേക്കാം ഗ്രൂപ്പിൽ. ഓക്കെ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത് പ്രതീഷ്? Okay. Evict the area if the ഏരിയ എവിക്ട് ചെയ്യാ. ഓക്കെ. എവിക്ട് ഏരിയ. Then take away jewelry. Then Wear protective equipment. ഏതൊക്കെയായിരുന്നു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? Gloves, goggles, respirators. വെരി ഗുഡ്. That contain the spill. Clean up the spill. ഓക്കെ. മെർക്കുറി ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്? ലങ്സിന് ഡാമേജ് ഉണ്ടാവാം, ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാം, ദെൻ നെർവ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാകാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റൂമിന്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി ഇടണമെന്ന് പറഞ്ഞു അല്ലേ? വായുസഞ്ചാരം ലഭ്യമാക്കണമെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ്? മെർക്കുറി നമ്മൾ ശ്വസിക്കുന്നത് ബ്രെയിൻ ഡാമേജിനും ലങ്സ് ഡാമേജിനും പിന്നെന്താണ് നെർവ് സിസ്റ്റത്തിനെ ഡാമേജ് ആക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് എന്തായിരുന്നു? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. എങ്ങനെയാണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ഡേഞ്ചറസ് വേസ്റ്റ് ഓക്കെ. ബാഗ്സ് ആൻഡ് കണ്ടെയ്നേഴ്സിലെ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബൽ ബാഗ്സ് ഓർ കണ്ടെയ്നർ അല്ലേ? അതെ. Then പിന്നെന്തായിരുന്നു പഠിച്ചത്? മെർക്കുറി കഴിഞ്ഞു. നെക്സ്റ്റ് ഏതായിരുന്നു? ഏത് വേസ്റ്റ് ആയിരുന്നു? ഷാർപ്സ് ഒബ്ജക്റ്റ് ആയിരുന്നു അല്ലെ? ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. അതിലെന്താ പറയുന്നേ? സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. അഗൈൻ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം. Then contain the spill, clear up the spill, getting rid of waste.
പിന്നെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് 4th വൺ? Chemical village. കെമിക്കൽ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിലെന്താ പറഞ്ഞത്? Relate to the കെമിക്കൽ states വില്ലേജ്. minor, ഓക്കെ, എന്തോ minor or major spill. അതെ അതെ അതെ. Then പിന്നെ എവിക്റ്റ ഏരിയ. Spill is important. Evict the area and call emergency services. Then Wear protective equipment. their protective equipment. Then again, contain the spill. Spill. Clean up the spill. And then Dispose the waste. dispose of Report the waste. spill. Then report the spill. Okay അല്ലേ ഇത്രയും? Yes, ma'am. അതെ മാം. നെക്സ്റ്റ് ഒരു ഓക്കെ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. ഈ ഡയഗ്രാം കാണുന്നില്ലേ? Yes. അതിലെന്താ പറയുന്നത്? ജസ്റ്റ് റീഡ് ഇറ്റ്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അതിൽ പറയുന്നത്. എന്താണ്? Chemical spillage management. Check major or minor spillage. മൈനർ ആണോ മേജർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഇഫ് മൈനർ ആണെങ്കിലോ? ഇഫ് മൈനർ Other immediately comprising of safety officers. Then Isolate. Pradesh, can you read it, Pradesh? If minor Okay. ആണെങ്കിൽ, if minor, Like other immediately comprising of safety officers. then I- പിന്നെന്താണ്? Isolate area. Isolate the area. Then again, PPE. What is PPE? Personal protective equipment. Okay. Then Control the spill of liquid by containing the spill. absorbent pads use ചെയ്ത്. Okay, control ചെയ്യാം. Then Okay. Discard according to rules. okay, discard ചെയ്യേണ്ടത് എങ്ങനെയാണ്? According to the rules അനുസരിച്ച്. Okay. Then Decontaminate and clean the area. decontaminate ചെയ്യണം അല്ലേ? Raise incident form. Okay, raise incident forms. Then if major ആണെങ്കിലോ? If it is major, And notify others. notify others. Evict area. Evict the area. Prevent other from entering the area. എന്താ അത് പറയുന്നത്? Prevent other from entering the area. ഏരിയയിൽ എൻ്റർ ചെയ്യുന്നത് തടയുക. Then Watch for fire if flammable chemicals or managed properly. തീ പിടിക്കാൻ ചാൻസ് ഉള്ള കെമിക്കൽസ് ആണെങ്കിൽ എന്താണത്? ഒബ്സർവ് ചെയ്ത് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അത് എന്താണ്? തീ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? ഫ്ലെയിമബിൾ ആണത്. ഓക്കെ, നമ്മൾ ഇത്ര നേരം Okay, ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഇതിൽ പറയുന്നത്? മനസ്സിലായില്ല. പറഞ്ഞ മനസ്സിലായില്ല. മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? മനസ്സിലായില്ല. മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. 5th പോയിന്റ് എന്താണ്? 5th എന്താ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് അതിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ്. ഓർമ്മയുണ്ടോ? ഒരു എക്സാമ്പിൾസ് പഠിച്ചായിരുന്നു അതിന്. ഏതായിരുന്നു? X-ray. വെരി ഗുഡ് പ്രതീഷ്. എക്സ്റേ അല്ലേ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? Can you read it, Pradesh? Okay. Radioactive spillage can be dangerous to human health and the environment. Steps to be taken for managing radioactive spillage waste. Again, evacuate the area. Yes. Evacuate the area. If the spill is notable, evacuate the area and call emergency services. Okay, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Then ഏരിയ എന്താക്കുക? ഇവാക്യുവേറ്റ് ചെയ്യുക. Then
Wear protective Then equipment. and also call emergency service. Okay. Wear protective equipment. Okay. Wear protective equipment. ഏതൊക്കെയാണ് PPE. ചാർദേ. Gloves, goggles, and respirators. Okay. Then contain the spill. Contain the spills. Use absorbent material like sand or absorbent pads to contain the spill and prevent it from spreading. Pack the material in a labeled radioactive waste bag or discard disposal. Okay. Again. We already discussed about it. Okay. എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? Yeah. Then clean up the spill. Use suitable spill kits or adhere to the manufactured directives for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive materials during the cleanup. ക്ലീനപ്പിന്റെ സമയത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതെ ശ്രദ്ധിക്കണം. Then dispose of waste. All materials that come into contact with the radioactive material should be discarded as radioactive waste in labeled bags or containers. Now, follow local, state, and federal regulation for the disposal of radioactive waste. ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. Then again report the spill. Report ചെയ്യുക concerned staff for documentation and investigation. Further ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആരെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. Okay, ma'am. ക്ലിയർ അല്ലേ ഇത്രയും? നമ്മൾ സെയിം ടോപ്പിക് തന്നെയാണ് ഈ 5 ടൈംസും റിപ്പീറ്റ് ചെയ്തത്. എനി ഡൗട്ട്? സാന, അശ്വിനി, പ്രതീഷ്, അപർണ, എനി ഡൗട്ട്സ്? ഇല്ല മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 6th പോയിന്റ് 7th ഒക്കെ റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ. ഫില്ലിംഗ് ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചേഴ്സ്. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Okay.